പുഷ്പ 2 പുഷ്പരാജ് ഇന്ത്യൻ സിനിമകളിൽ തന്നെ ഏറ്റവും ചിലവേറിയ സിനിമകളിലൊന്ന്, ഇന്ത്യൻ സിനിമകളിൽ തന്നെ ഏറ്റവും ദൈർഘ്യമുള്ള നീളം കൂടിയ സിനിമകളിലൊന്ന്, ഇന്ത്യൻ സിനിമകളിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന ഡയറക്ടർമാരിൽ ഒരാൾ ഡയറക്റ്റ് ചെയ്തേക്കുന്ന സിനിമ, ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന നടന്മാരിൽ ഒരാൾ അഭിനയിച്ചേക്കുന്ന സിനിമ എന്നിവ എല്ലാം കൊണ്ടും പുഷ്പ 2 എന്ന് പറയുന്ന ഈ സിനിമ ഒരു ഗംഭീര സിനിമയാണ്. 8 മണിക്കലത്തെ ഷോ ആണ് ഞാൻ കണ്ടത്. അത് നമ്മൾ BB മോൾ തൃപ്രയാറിന് സ്ഥിരമായിട്ട് സിനിമ കാണുന്ന സ്ഥലമാണ്. പടം കണ്ടിറങ്ങി അത്യാവശ്യം നന്നായിട്ട് ആളുകളുണ്ടായിരുന്നു. കാരണം അതിൻ്റെ മുമ്പത്തെ ഷോ എന്ന് പറയുന്നത് 4 മണിയായിരുന്നു. പിന്നീട് 8 മണിക്കുള്ള ഷോ ആണ് ഞാൻ കണ്ടത്. ആങ്സൈറ്റിയോട് കൂടി കണ്ടൊരു പടമാണ് പുഷ്പ 2 എന്ന് വെച്ചാൽ പുഷ്പ 1 ഞാൻ 2 പ്രാവശ്യം കണ്ടിരുന്നു. അതിനുശേഷം അതിൻ്റെ തുടർച്ചയെന്നോണം ആ സീരീസിൽ വരുന്നൊരു സിനിമ, അല്ലു അർജുൻ്റെ ഒരു സിനിമ, അത്രയും ഹൈപ്പ് ഉണ്ടാക്കിയൊരു സിനിമ. കുറേ നാളുകളായി നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയാൻ വന്നത് സിനിമയാണ്. സിനിമ നമ്മൾ പുഷ്പ 1 ഡയറക്റ്റ് ചെയ്ത സുകുമാരനെയാണ് ഇതും ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. എഴുതിയേക്കുന്നതും പുള്ളി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് ടീമുണ്ട്. ആ റൈറ്റിംഗ് ടീമായിട്ട് സഹകരിച്ച് പുള്ളി തന്നെ എഴുതി സംവിധാനം ചെയ്ത ഈ ഒരു സിനിമ ഇന്ത്യൻ തെലുങ്ക് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു ജോണറാണ്. നമ്മളൊരു ടിപ്പിക്കൽ തെലുങ്ക് സിനിമ കാണുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അതായത് പാട്ട്, ആക്ഷൻ, മാസ് ഡയലോഗ്സ്, വില്ലൻ, ഫൈറ്റ്, അതൊക്കെയാണല്ലോ. അതെല്ലാം ഈ സിനിമയിലുണ്ട്. ഒരു മാസ് മസാല എൻ്റർടൈൻമെൻറ്റ്, തെലുങ്ക് സിനിമയ്ക്ക് വേണ്ട ഒരു മാസ് മസാല എൻ്റർടൈൻമെൻ്റ് ആണത്. പിന്നെ പടം എന്ന് പറയുന്നത് 200 മിനിറ്റ് ഉണ്ട്. അതായത് 3.5 മണിക്കൂർ പടമുണ്ട്. അത്രയും സിനിമ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും അത്യാവശ്യം നല്ല കളർഫുൾ ഷോട്ടുകൾ, നന്നായിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ട്. നവീൻ നൂൾ എന്ന് പറയുന്ന ഒരാളാണ് എഡിറ്റ് ചെയ്തേക്കുന്നത്. എഡിറ്റിങ് ഗംഭീരമാണ്. അതുപോലെ തന്നെ സിനിമോട്ടോഗ്രാഫി ഗംഭീരം. മിറോസ്ലോ കോബ ബ്രോഷക്, പിന്നെ ഒരു വല്ലാത്ത പേരാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി ഒരു ഹാറ്റ്സ് ഓഫ് ഇടാം. തൂത്തുക്കുടി പോർട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഈ തൂത്തുക്കുടി പോർട്ടിൻ്റെ ചെറിയ വിഷ്വൽസ് ഉണ്ട്, ഡ്രോണിൻ്റെ വിഷ്വൽസൊക്കെ ഗംഭീരമായിട്ട് എടുക്കുന്നുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മളെ റസൂൽ പൂക്കുറ്റിയും വിജയകുമാറും കൂടിയിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല, വലിയ വലിയ സിനിമകൾക്കൊക്കെ അദ്ദേഹമാണല്ലോ ചെയ്യണത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ അടിപൊളി. നമ്മൾ ഈ സിനിമയിലോട്ട് വരുമ്പോൾ യക്കോഹോമോ പോർട്ടാണ് ആദ്യം കാണിക്കുന്നത്, ജപ്പാനിലാണ്. അവിടെ ഒരു രക്തചന്ദന കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലു അർജുനെ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കാണിക്കുന്നത്. അല്ലു അർജുൻ്റെ ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞൊരു കൊലമാസ് ഇൻട്രൊഡക്ഷനാണ് കേട്ടോ. കയർമ കെട്ടി തൂക്കിയിട്ടാണ് പുള്ളിനെ ആദ്യം തന്നെ കാണിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഈ ജപ്പാൻകാരുമായിട്ടുള്ളൊരു ഫൈറ്റാണ് ആദ്യത്തെ ഒരു 15-20 മിനിറ്റ്. അതൊരു ഗംഭീര ഫൈറ്റാണ് കേട്ടോ. ഫൈറ്റ് മാസ്റ്റർ നമ്മളെ പീറ്റർ ഹെയ്നും ടീമൊക്കെയാണ് ഫൈറ്റ് ചെയ്തേക്കുന്നത്. ഗംഭീര ഫൈറ്റാണ്. പിന്നെ അവിടെ നിന്ന് പോയി അല്ലു അർജുൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ കള്ളക്കടത്താണ് മെയിൻ. കള്ളക്കടത്തും സിനിമ ഞാൻ മുഴുവനായിട്ട് പറയുന്നില്ല. കള്ളക്കടത്ത് ചെയ്ത് കോടികൾക്കൊന്നൊരു വിലയില്ല. 100 കോടി, 200 കോടി, 500 കോടി, 1000 കോടി എന്നൊക്കെ പറഞ്ഞ പുള്ളിക്കൊരു വിലയില്ല. ഭാര്യനെ അത്യാവശ്യം നന്നായിട്ട് സ്നേഹിക്കുന്ന, കള്ളക്കടത്ത് നടത്തി കോടികൾ ഉണ്ടാക്കിയേക്കുന്ന, എന്നാൽ ഗാങ്സ്റ്റേഴ്സുമായിട്ടുള്ള ഒരു മൽപ്പിടുത്തം നടത്തുന്ന, കുടുംബത്തെ നന്നായിട്ട് സ്നേഹിക്കുന്ന അങ്ങനെ ഒരാൾ. ആ പുള്ളിക്ക് വരുന്ന ചില ഫാമിലി ഇഷ്യൂസ്, പിന്നെ വില്ലന്മാരെ കുറച്ച് പ്രശ്നങ്ങൾ, പിന്നെ തെലുങ്ക് സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ചേരുവകളും ഇതിലുണ്ട്. അപ്പോൾ നമുക്കൊരു കളർഫുൾ സിനിമയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനാൽ, പക്ക എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാവുന്ന ഒരു സിനിമയാണ് പുഷ്പ 2 എന്ന് പറയുന്നത്. എല്ലായിടത്തും ഹൗസ്ഫുള്ളാണ്. അങ്ങനെ ഒരു ദിവസം ഒരു വലിയ ആളായിട്ട് ഡീൽ ഉറപ്പിച്ചിട്ട് അതിൽ 4900 കോടി കൊടുത്തിട്ട് അവർ വന്ന ഹെലികോപ്റ്റർ കാശ് കൊടുത്ത് മേടിച്ചിട്ട് ഹെലികോപ്റ്ററിൽ പുള്ളി തിരിച്ചു പോകുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ തെലുങ്ക് സിനിമയുടെ ഒരു ഭാഗമാണ്. സ്റ്റാർ കാസ്റ്റ് വരുന്നത് നമ്മൾ അല്ലു അർജുൻ തന്നെ മെയിൻ, രശ്മിക മന്ദാന, ജഗപതി ബാബു, ഫഹദ് ഫാസിൽ ഗംഭീര പെർഫോമൻസ് ആണ്. ഫഹദ് ഫാസിൽ ഒരു IPS ഓഫീസറാണ്. ഈ സിനിമയിൽ അത്യാവശ്യം ഇത്തിരി ഓവറായോ എന്നൊരു സംശയമുണ്ട്. എന്നാലും പെർഫോമൻസ് വൈസ് പുള്ളിനെ ഒന്നും പറയാനില്ല, അത്ര ഗംഭീര പെർഫോമൻസ് ആണ്. എന്നാലും അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടേഴ്സൊക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്യുന്നു. എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ്. പുഷ്പ 1 അങ്ങനെ തന്നെയായിരുന്നു. പുള്ളി ഈ സിനിമയിൽ മരിച്ചു പോകും. ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയും അല്ലു അർജുനും തമ്മിലുള്ള ചില കോമ്പിനേഷൻ സീൻസൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ധനഞ്ജയ്, റാവു രമേശ്, സുനിൽ, അനസൂയ ഭരദ്വാജ്, തെലുങ്കിലുള്ള കുറേ ആർട്ടിസ്റ്റുകൾ, നമുക്കധികം പരിചയമില്ലാത്ത കുറേ ആർട്ടിസ്റ്റുകൾ ഗംഭീരമായിട്ട് എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. തെലുങ്ക് സിനിമയ്ക്ക് നമുക്കറിയാലോ, മലയാളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തെലുങ്ക് സിനിമയ്ക്ക് വേണ്ടുന്ന ചില ചേരുവകളുണ്ട്. അത് തെലുങ്കിലെ സിനിമകൾ അങ്ങനെ വന്നാലേ തെലുങ്കിലെ സിനിമകൾ വിജയിക്കുള്ളൂ. അതിനുള്ള എല്ലാ ചേരുവകളും നല്ല കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് പാകപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു പഞ്ച് വെച്ചിട്ടാണ് ഈ സിനിമ നടത്തിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുഷ്പ 3 നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. എടുത്തു പറയത്തക്ക സംഭവം സിനിമോട്ടോഗ്രാഫി, എഡിറ്റിങ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഫൈറ്റ്. പിന്നെ ഇതില്ല, ഇപ്രാവശ്യം ഇങ്ങനെയല്ല, ഇപ്രാവശ്യം ഇങ്ങനെയാണ്. അതാണ് പുള്ളിയുടെ സ്റ്റൈൽ. പിന്നെ അറിയാലോ, അല്ലു അർജുൻ ഫാൻസ് എന്ന ലോകം മുഴുവനുള്ളതാണ്. 275 കോടിക്കാണ് നെറ്റ്ഫ്ലിക്സ് ഇതിൻ്റെ ഡിജിറ്റൽ റൈറ്റ് സ്വന്തമാക്കിക്കുന്നത്. അതായത് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രീ സെയിൽസ് തന്നെ ഏകദേശം ഒരു 1000 ചില്ലാനം കോടി നേടിയെടുത്തൊരു സിനിമയാണ് പുഷ്പ 2 എന്ന് പറയുന്നത്. അത്രയും ഹൈപ്പ് ഉണ്ടാക്കിയൊരു പടമാണ്. നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുന്നത് നല്ലതെന്ന് വെച്ചാൽ DTSൽ ശരിക്കും ഈ സിനിമ കാണണം. DTS
ആ സൗണ്ട് എഫക്ട്സ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നല്ല തിയേറ്ററിൽ തന്നെ സിനിമയാണ്. പിന്നെ അല്ലു അർജുനും ഡബ് ചെയ്ത ജിസ് ജോയ്, നിങ്ങൾക്ക് പലർക്കും അദ്ദേഹത്തിന് പരിചയം ഉണ്ടാവില്ല, പക്ഷെ പെട്ടെന്ന് അറിയാൻ പറ്റും. അദ്ദേഹം ഡയറക്ടറാണ്. വിജയ് സൂപ്രം പൗർണമി എന്ന് പറഞ്ഞ സിനിമ, അങ്ങനെ കുറേ സിനിമകൾ, ആസിഫ് അലിയുടെയൊക്കെ കുറേ സിനിമകൾ ഡയറക്റ്റ് ചെയ്തേക്കുന്ന ഡയറക്ടറാണ് അല്ലു അർജുന്. സ്ഥിരമായിട്ട് സൗണ്ട് കൊടുക്കുന്നത്. പുള്ളിയുടെ ഗംഭീര ഡബ്ബിങ് എടുത്ത് പറയത്തക്ക ഒരു സംഭവമാണ്. നന്നായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട് പുള്ളി. അതായത് ഒരു നോർമൽ ടോക്കല്ല അർജുൻ്റെ, കുറച്ച് ഒരു പിടിച്ചുള്ളൊരു സംസാരമാണ്. അത് ഡബ് ചെയ്യാൻ കുറച്ച് പണിയാണ്. അത്യാവശ്യം നന്നായിട്ട് പുള്ളി ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്ടുകൾക്ക് ഒരു ഐറ്റം ഡാൻസ് ഉണ്ട്, സെൻറ്റിമെൻറ്റ് സോങ് ഉണ്ട്. 4-5 സോങ്സാണ് മെയിനായിട്ടുള്ളത്. മൈത്രി മൂവീസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മൈത്രി മൂവീസ് എന്ന് പറഞ്ഞാൽ തെലുങ്കിൽ ഒരു വൻ നിർമ്മാണ കമ്പനിയാണ്. അവർ അത്യാവശ്യം 400 to 500 കോടി മുതലാണ് ഇതിൻ്റെ ബഡ്ജറ്റ് പറഞ്ഞിരുന്നത്. 500 കോടിക്കൊക്കെ മേലെ ചിലപ്പോൾ ബഡ്ജറ്റ് അതിൻ്റെ മതിയാവും. അതായത് കാശ് വാരി എറിഞ്ഞുകൊണ്ടുള്ള ഒരു സിനിമ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയും. ഇതാണ് ശരിക്കും പൈസ ചിലവാക്കിയുള്ള സിനിമ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ 50 കോടിയായി 100 കോടിയായി എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ചില സിനിമകൾക്ക് അതിലെവിടെ 100 കോടിയെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഓരോ ഷോട്ടും ഓരോ സീൻസും എല്ലാം കളർഫുള്ളാണ്. ഇതിൽ കള്ളക്കടത്ത് നടത്തി ചന്ദനത്തടി, അതായത് രക്തചന്ദനത്തടി കൊണ്ടുപോകുന്ന കുറേ സീൻസൊക്കെ ഉണ്ട് ഒരു നദിയുടെ ഇടയിലൂടെയൊക്കെ. അതിൻ്റെയൊക്കെ ക്യാമറ ഷോട്ടുകളും അത്രയും ആളുകളും ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില്ലറ പരിപാടിയല്ല. അതൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തൂത്തുക്കുടി പോർട്ട് കാണിക്കുന്ന തന്നെ അതാണ് എനിക്ക് ഏറ്റവും ഈ സിനിമയിലെ ഏറ്റവും നല്ല വിഷ്വൽ എന്ന് പറഞ്ഞാൽ അതാണ്. തൂത്തുക്കുടി പോർട്ട് നമ്മളെ ഫിഷിംഗ് ബോട്ടുകളും പോലീസും തമ്മിലുള്ളൊരു ചേസ് കാണിക്കുന്ന സീനൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് ആ ഷോട്ട്സ്. പിന്നെ കാണാൻ തോന്നിയ ചില ഷോട്ടുകളാണ്. ശ്രീദേവി പ്രസാദാണ് ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചേക്കുന്നത്. ഒരു ലാഗ് വരുന്നില്ല സിനിമക്ക്. അത്യാവശ്യം നമുക്ക് ആസ്വദിച്ച് ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന മാതിരി നമുക്ക് ഒരു ചാട്ടം അനുഭവപ്പെടുന്നില്ല. ഒരു ഫ്ലെക്സിബിളായിട്ട് സ്മൂത്തായിട്ടാണ് സിനിമ പോകുന്നത്. അതാണ് ഈ സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. ലോകം മുഴുവനും, അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമല്ല, ഗൾഫിലും കർണാടക, തമിഴ്നാട്, കേരളത്തിലൊക്കെ ആയിട്ട് ഏകദേശം 12,000-ഓളം അധികം സ്ക്രീൻസിലാണ് ഈ സിനിമ റിലീസ് ചെയ്തേക്കുന്നത്. എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കാണാം. തിയേറ്ററിൽ പോയിട്ട് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യട്ടെ. മറ്റുള്ളവർക്കും കൂടി ആ സിനിമ കാണാനും അല്ലെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ ഉള്ളൊരു വേദി ആവട്ടെ എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.